സാർ എനിക്കൊരു വോക്കി ടോക്കി വേണം. ഞാനിപ്പോൾ ഏത് മോഡലാണ് പ്രിഫർ ചെയ്യേണ്ടത്? ഏ- ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന നല്ലൊരു വോക്കി ടോക്കി. നമുക്ക് എപ്പോഴും വരുന്നൊരു ചോദ്യമാണിത്. എനിക്കൊരു വാക്കി ടോക്കി വേണം, എനിക്കൊരു 10 പീസസ് വാക്കി ടോക്കി വേണം, എത്രയാണ് അതിൻ്റെ റേറ്റ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവരോട് പറയുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വാക്കി ടോക്കി എന്ത് പർപ്പസിനാണ് ആവശ്യം? അപ്പോൾ ഓരോ പർപ്പസിനനുസരിച്ച് വാക്കി ടോക്കീസും ഡിഫറെൻ്റ് ആണ്. സോ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നാണ് ഞങ്ങൾ ആദ്യം ചോദിക്കുക. അപ്പോൾ അത് ഏത് വാക്കി ടോക്കി നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഏറ്റവും ബെറ്റർ ആണ് ഞങ്ങളത് കൺസൾട്ട് ചെയ്ത് പറഞ്ഞു തരാനുള്ളത് ഞങ്ങളൊരു സ്റ്റൈൽ. അപ്പോൾ ഞാനൊരു പെയർ വോക്കി ടോക്കി വാങ്ങി. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള വേറൊരാളും അതുപോലെ സെയിം വോക്കി ടോക്കി മേടിച്ചു. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ പറയുന്നവർക്കും കേൾക്കാൻ ചാൻസ് ഇല്ലേ? തീർച്ചയായും അത് കേൾക്കാം, കേൾക്കാതിരിക്കാം, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു പെയർ ഈ ഒരു സഞ്ചാറിൻ്റെ വാക്കി ടോക്കി വാങ്ങി, ഇതേപോലെ തന്നെ മറ്റ് നിങ്ങളെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾ 2 കമ്പനിയാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കമ്പനിയും വാങ്ങി, തൊട്ടടുത്ത് തന്നെയുള്ള അവരും വാങ്ങി. അപ്പോൾ അവർ സംസാരിക്കുന്ന നിങ്ങൾക്കും നിങ്ങൾ സംസാരിക്കുന്ന അവർക്ക് കേട്ടുകൂടെ എന്ന് ചോദിക്കും. ചിലർ പറയും നിങ്ങളെ ചാനൽ മാത്രം മാറ്റി വെച്ചാൽ മതി, അവർ വേറെ ചാനൽ യൂസ് ചെയ്താൽ മതി. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അപ്പോൾ അതിനുള്ളതാണ് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ എന്നുള്ളത് ഡിജിറ്റൽ റേഡിയോസിലും കോഡിംഗ് എന്നുള്ളത് അനലോഗ് റേഡിയോസിലും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഒന്ന് ലൈസൻസിൻ്റെ ഇഷ്യൂസ്, രണ്ടാമത് ഈ ഒരു പ്രശ്നം എൻക്രിപ്ഷൻ ആൻഡ് കോഡിംഗ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരികയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ കോഡ് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേറെ റേഡിയോ വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ച് അധികം റേഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വേണമെന്ന് തോന്നിയാൽ ഞങ്ങൾ ആ എൻക്രിപ്ഷൻ കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും എൻക്രിപ്ഷൻ ഒരു കോഡിങ് ചെയ്തു തരും. സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സേഫ് ആയിരിക്കും. വേറെ ഒരു ഇഷ്യൂസും ഒരു ഇൻ്റർമിക്സോ ഒരു ടാപ്പിക്കോ ഒരു മിക്സിങ്ങോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കവറേജ്? എത്ര കിലോമീറ്റർ ആണ്? എങ്ങനെയാണ് ഇതിൻ്റെ കവറേജ് വരുന്നത്? ഓക്കെ, റേഡിയോസിൻ്റെ ഒരു കവറേജ് എന്ന് പറയുന്നത് നമ്മളാണ്, എൻക്രിപ്ഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സോ നമുക്ക് ഏത് മോഡൽ വേണം, എന്താണ് യൂസേജ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 800 മീറ്റേഴ്സ് മാത്രം ലഭിക്കുന്ന റേഡിയോസാണ് ഇത്. 800 മീറ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ കവറേജ്. അതോടൊപ്പം ഇതിൽ ഈ ഒരു റേഡിയോ ഇന്ത്യ മൊത്തം ലഭിക്കും. എൻ്റെ കയ്യിലുള്ള ഈ റേഡിയോ വരുന്നത് 800 മീറ്റേഴ്സ്, ഇത് വരുന്നത് നാഷണൽ വൈഡ് കവറേജ് ആണ്. സോ വളരെയധികം വെറൈറ്റി ഓഫ് റേഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു റേഡിയോ നമുക്ക് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ലഭിക്കാം. ഇത് കമ്പനി പറയുന്നത് 3 to 4 കിലോമീറ്റർ ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു റേഡിയോസും പറയുന്നത് നിയർലി 5 കിലോമീറ്റർ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിനോട് അങ്ങനെ വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾക്ക് 5 കിലോമീറ്റർ കവറേജ് കിട്ടും ഈ റേഡിയോ എന്ന് പറയാറില്ല. കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ ടെറൈൻ. ഒരു ലൈൻ ഓഫ് സൈറ്റ്, LOS എന്ന് പറയും ടെക്നിക്കൽ ടേം. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ 2 റേഡിയോസ് തമ്മിൽ കാണാൻ പറ്റുന്ന ദൂരം, അല്ലെങ്കിൽ അവർക്ക് ആൻറ്റിനാസ് കണക്ട് ചെയ്യാം, അതിനിടയിൽ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ ലൈൻ ഓഫ് സൈറ്റ് ഉള്ള തീരെ തടസ്സങ്ങളില്ലാത്ത ഒരു ഏരിയയിൽ ചിലപ്പോൾ 5 കിലോമീറ്റേഴ്സ് അവർക്ക് ലഭിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യൻ ടെറൈൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമാണ്. ലൈൻ ഓഫ് സൈറ്റ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ടെറൈൻസ് കറക്റ്റ് അല്ല. അത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, ബിൽഡിങ്സ് ഉണ്ടാവാം, മലകൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡാണ്, ഓരോ ഏരിയാസിനും ഡിപ്പെൻഡ് ആയിട്ടേ നമുക്ക് പറയുള്ളൂ. അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് പറയാം 5 കിലോമീറ്റർ 2 കിലോമീറ്റർ അല്ലെങ്കിൽ എല്ലാം പറയാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ഏരിയ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു റേഡിയോ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. സാറേ, ഇങ്ങനത്തെ വോക്കി ടോക്കീസിനൊക്കെ ലൈസൻസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ലൈസൻസിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് വരുന്നത്? ഈ നിങ്ങളെടുത്ത റേഡിയോസിലെ പല റേഡിയോസിലും ഇതിലൊന്നും ലൈസൻസ് ആവശ്യമില്ലാത്ത റേഡിയോസാണ്, ലൈസൻസ് ഫ്രീ റേഡിയോസാണ്. അപ്പോൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അത് 446 മെഗാഹെർട്സിൽ വർക്ക് ചെയ്യുന്ന, ഗവൺമെൻറ് അംഗീകരിച്ച ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോസാണ്. ഇനി ലൈസൻസ്ഡ് റേഡിയോസ്, നമുക്ക് ലൈസൻസ്ഡ് റേഡിയോസ് അതർ ദാൻ 446 മെഗാഹെർട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, കൂടുതൽ കവറേജ് വേണം, കൂടുതൽ വാട്ട്സ്, അല്ലെങ്കിൽ 5 വാട്ട്സ് 10 വാട്ട്സ് ഉള്ള റേഡിയോസ് വേണം, അല്ലെങ്കിൽ ബേസ് റേഡിയോസ് ആണ് ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ബേസ് റേഡിയോസ് വേണം. അതിനൊക്കെ നമ്മൾ ലൈസൻസ് എടുക്കണം. ലൈസൻസിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് നിങ്ങൾക്കൊരു ഫ്രീക്വൻസി UHF or VHF നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു, ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നു, ആ ഫ്രീക്വൻസി നമ്മൾ പ്രോഗ്രാം ചെയ്ത് നിങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. സോ അതിന് റിക്കറിങ് ചാർജസ് ഉണ്ട്. ഇയർലി ഒരു റേഡിയോക്ക് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. അത് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ലൈസൻസ് ഫ്രീക്ക് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസും ഉണ്ട്. ലൈസൻസ് റേഡിയോസിന് അതിൻ്റെതായ ഗുണങ്ങളും ലിമിറ്റേഷൻ എന്നുള്ളതല്ല ഉപരി അതിലൊരു പേയ്മെൻറ്റ്, റിക്കറിങ് പേയ്മെൻറ്റ് എല്ലാ വർഷത്തിലും നമ്മളത് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൽ റിന്യൂ ചെയ്യണം എന്നുള്ളത്. ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. മോട്ടോറോളയുടെ ഓൾമോസ്റ്റ് എല്ലാ റേഡിയോസും ലൈസൻസ്ഡ് വേർഷൻസ് ആണ്. നമ്മൾ മോട്ടോറോള റേഡിയോസ് പലർക്കും ലൈസൻസ് എടുത്തു കൊടുത്തിട്ടാണ് യൂസ് ചെയ്യാറ്. നേരത്തെ പറഞ്ഞു നാഷണൽ വൈഡ് കിട്ടുന്ന റേഡിയോ ആണ് ഈ റേഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, കിലോമീറ്റേഴ്സിന് ലിമിറ്റേഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് നാഷണൽ വൈഡ് കിട്ടുന്ന റേഡിയോ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്?
നാഷണൽ വൈഡ് കവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ 4G 3G 5G ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഓൾറെഡി ഉണ്ട്. എല്ലാ സ്ഥലത്തും കവറേജ് ഉണ്ട്. അപ്പോൾ ആ കവറേജിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ റേഡിയോസ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ലൈസൻസ്ഡ് റേഡിയോ എടുത്തു. അപ്പോൾ അത് നിങ്ങൾക്ക് കാലിക്കറ്റ് സിറ്റി കംപ്ലീറ്റ് വേണമെങ്കിൽ നിങ്ങൾ എത്ര ടവർ ഫിറ്റ് ചെയ്യണം, എത്ര ബൂസ്റ്റേഴ്സ്, എത്ര ബൈഡറേഷൻ ആംപ്ലിഫയർ എല്ലാം നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഡെഡ് സ്പോട്ടുകൾ റിമൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 90% കവറേജ് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ടവറുകളും ഓൾറെഡി 4G നെറ്റ്വർക്കുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ റേഡിയോ ഉപയോഗിക്കാം എന്നുള്ളതാണ് POC എന്നുള്ളത്, PTT ഓവർ സെല്ലുലാർ. PTT എന്ന് പറയുന്നത് നമ്മുടെ വാക്കി ടോക്കിക്ക് പറയുന്ന മറ്റൊരു ഷോർട്ട് ഫോമാണ്, പുഷ് ടു ടോക്ക്. ആ PTT ഓവർ സെല്ലുലാർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളൊരു സിം അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ നമ്മുടെ വാക്കി ടോക്കിയുമായി കണക്ട് ചെയ്യുന്നു, അതൊരു ക്ലൗഡ് സെർവറിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ക്ലൗഡ് സെർവർ വഴി നമുക്ക് വാക്കി ടോക്കി കണക്ഷൻ ചെയ്യാം. സാർ പറഞ്ഞത് സിം അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന റേഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ക്രൗഡ് വരുമ്പോൾ നമുക്ക് ഇതിന് കവറേജ് കിട്ടില്ലല്ലോ. അത് തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ ആപ്റ്റാണ്. അതായത് സിം അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിക്കുന്നു, ഒരു വലിയ ക്രൗഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ജാം ആവാം. അപ്പോൾ ആ സമയത്ത് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ലേ. പക്ഷേ ഇതിന് വളരെ കുറഞ്ഞ ഡാറ്റ മതി. പലപ്പോഴും അങ്ങനെ ക്രൗഡ് വരുന്ന സമയത്തും ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതൊരു POC റേഡിയോസിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. നെറ്റ്വർക്ക് ഡൗൺ ആണെങ്കിൽ നോ അതർ വേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു POC പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നെറ്റ്വർക്ക് ഡൗൺ ആവാതെ ഈ ലോജിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ ആ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് POC നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ റേഡിയോസിനും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. ലൈസൻസ് ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് കോസ്റ്റ് ഇല്ല, ഫ്രീക്വൻസി സ്പെഷ്യൽ അലോട്ട് ചെയ്യേണ്ടതില്ല, റിക്കറിങ് കോസ്റ്റ് വരുന്നില്ല. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് കവറേജ് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലൈസൻസിലേക്ക് പോകുമ്പോൾ കവറേജ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, ലൈസൻസ്ഡ് എമൗണ്ട് ഉണ്ട്. POCയിലേക്ക് പോകുന്ന സമയത്ത് നാഷണൽ വൈഡ് കവറേജ് ആണ്. പക്ഷേ ഈ നെറ്റ്വർക്ക് കൺജഷൻ വന്നാൽ എന്ത് ചെയ്യും, അതിന് ഇഷ്യൂ ആവും എന്നുള്ളതാണ്. പക്ഷെ പല ആവശ്യങ്ങൾക്കും നെറ്റ്വർക്ക് കൺജഷൻ ഉണ്ടാവില്ല. POC യൂസ് ചെയ്യുന്ന ലോജിസ്റ്റിക്സിലായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര മൂവ്മെൻറ്റ്സിലായിരിക്കാം. സോ ആ കൺജഷൻ്റെ ഇഷ്യൂ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ യൂസിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വാക്കി ടോക്കി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സിം ഇട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ. അപ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്, സിം ഫോണും റേഡിയോസും തമ്മിലുള്ള എന്താണ് വ്യത്യാസം? അതെ, മൊബൈൽ ഫോണും വാക്കി ടോക്കി അല്ലെങ്കിൽ POC റേഡിയോസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഒരാളെ കണക്ട് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തിനെ കണക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഡയൽ ചെയ്യുന്നു, അപ്പോൾ ഒരു 10 സെക്കൻഡ് അതിന് കണക്ഷൻ ടൈം, അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കണക്ട് ചെയ്തു. പിന്നെ B എന്നുള്ള ഒരാളെ വേറെയും കണക്ട് ചെയ്യണം. കോൺഫറൻസ് കോൾ ആണെങ്കിലോ വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്ത് മേർജ് കൊടുക്കണം. C എന്ന് കണക്ട് ചെയ്യണമെങ്കിലോ വീണ്ടും ടൈം എടുക്കും. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ടൈം കൺസ്യൂമിങ് ആണ്. ഒരു 100 പേരുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ പെട്ടെന്നൊരു ആവശ്യം വന്നു, ആ സമയത്ത് ഒരു സിംഗിൾ ക്ലിക്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് മൈക്രോ സെക്കൻഡ്സിൽ അത് കണക്ട് ആവും. അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന ഡിപ്പെൻഡ് എത്ര റേഡിയോസ് കണക്ട് ചെയ്യാമെന്നൊന്നും ഡിപ്പെൻഡ് അല്ല. തൗസൻഡ്സ് ഓഫ് റേഡിയോസ് ഉണ്ടെങ്കിൽ പോലും തൗസൻഡ്സ് ഓഫ് റേഡിയോസ് അല്ലെങ്കിൽ വാക്കി ടോക്കിയിലേക്ക് നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൊബൈൽ ഫോണും POC റേഡിയോസും അല്ലെങ്കിൽ വാക്കി ടോക്കിയും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറയുന്നത്.